ഒരുപാട് മനുഷ്യന്മാരെ എന്നോട് ചോദിച്ചു, സ്നേഹത്തോട് ചോദിച്ചു, ഖാദർ എന്തുകൊണ്ടാണ് കൊല്ലപ്പെടും എന്ന് പറഞ്ഞത്? ഖാദർ എന്തുകൊണ്ടാണ് ഒരു അപകട മരണത്തിലേക്ക് പോകുമെന്ന് ഖാദർ പറയാനുള്ള കാരണം എന്താണ് എന്ന് ഒരുപാട് മനുഷ്യരെന്നോട് ചോദിച്ചു. വേദനയോടുകൂടിയിട്ട് ചോദിച്ചു. അത്രയും വലിയ ശക്തരാണോ ഈ മംഗലാപുരം ലോബി എന്ന് പറയുന്നത്? അങ്ങനെ ഒരു ലോബി അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. 13 വർഷക്കാലമായിട്ട് കാസർകോട്ടെ മെഡിക്കൽ കോളേജ് ആശുപത്രി ഈ കാണുന്ന അവസ്ഥയിൽ 13 വർഷക്കാലമായിട്ട് 95 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് അനുവദിച്ചിട്ടുള്ള ഈ ആശുപത്രി, നിലവിൽ 50 കോടി രൂപ ചെലവഴിച്ചിട്ടുള്ള ഈ ആശുപത്രി ഈ അവസ്ഥയിലായിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ഒരു ശക്തിയില്ല എന്ന് വിശ്വസിക്കുന്നവർ മണ്ടന്മാരാണ്. അതിന് പിന്നിൽ ഒരു കളിയുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പൊട്ടന്മാരാണ്. അത്യാവശ്യം വിവരവും ബുദ്ധിയുമുള്ള മനുഷ്യന്മാർ ചിന്തിക്കും. 13 വർഷക്കാലമായിട്ട് കാസർഗോഡിൻ്റെ ചിരകാല സ്വപ്നം, ആരുടെ ചിരകാല സ്വപ്നം? കോർപ്പറേറ്റ് മുതലാളിമാരുടെയല്ല. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ചികിത്സിക്കാൻ പണമില്ലാതെ, സ്വന്തം കുട്ടി, സ്വന്തം മാതാപിതാക്കൾ, സ്വന്തം സഹോദരിമാർ കൺമുന്നിൽ പിടഞ്ഞു മരിച്ച് ചികിത്സിക്കാൻ പണമില്ലാതെ മറ്റുള്ളവന്റെ മുന്നിൽ കെഞ്ചി വീണിട്ടും രക്ഷ നേടാതെ പോയ പാവപ്പെട്ട മനുഷ്യരുടെ ചിരകാല സ്വപ്നം. 10 ലക്ഷവും 20 ലക്ഷവും 30 ലക്ഷവും ചികിത്സാ ചെലവുള്ള സർജറികൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ സൗജന്യമായിട്ട് കിട്ടേണ്ട ഒരിടം 13 വർഷക്കാലമായിട്ട് ആരുടെ ഒത്താശയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മാംഗ്ലൂർ ലോബിയുടെ കീഴിലാണ്. ഒരു സംശയം എനിക്കതിലില്ല. അത് പറഞ്ഞതിൻ്റെ പേരിൽ കൊല്ലപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം കാസർകോട്ടെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? കാസർഗോഡ് ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോകുന്നത് മംഗലാപുരത്തേക്കാണ്. കാസർഗോഡ് ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ പോലും നേരെ പോകുന്നത് മംഗലാപുരത്തേക്കാണ്. ഈ അപകടം നടന്ന് മംഗലാപുരം എത്തുന്നതിന് മുൻപ് അവന്റെ പേരിൽ അവിടെ ഒരു അക്കൗണ്ട് തുടങ്ങിയാണ്. എന്താ അക്കൗണ്ട്? ചികിത്സിക്കുന്നതിന് മുൻപേ അവന്റെ പേരിൽ ചില പേയ്മെന്റുകൾ വരികയാണ്. എന്താ പേയ്മെന്റ്? അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ആംബുലൻസിന്റെ ഡ്രൈവറിനുള്ള കമ്മീഷൻ വാങ്ങാത്ത ഡ്രൈവർമാർ ഒരുപാടുണ്ട്. കമ്മീഷൻ വാങ്ങുന്ന ഡ്രൈവർമാർക്ക് കൊടുക്കേണ്ട പൈസ, അപകടം നടന്ന സമയത്ത് ഇന്ന് ഹോസ്പിറ്റലിലെ മാനേജറിനെ വിളിച്ചിട്ടുള്ള പൈസ, അത് കഴിഞ്ഞ് ഇവൻ കടന്നു പോകുന്ന ഓരോ വഴിയിലും ഇനി ആ ഡ്രൈവർ കുടിച്ചിട്ടുള്ള ഒരു പൊണ്ടം, ഇളനീർ എന്ന് പറയും, മലയാളികളൊക്കെ ഇളനീർ എന്നാണ് പറയുക, ഞങ്ങൾ കാസർഗോഡ് പൊണ്ടെന്ന് പറയും. ആ പൊണ്ടത്തിൻ്റെ പോലും പൈസ വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഇല്ലാത്ത ആളുകളുമുണ്ട്, ഉള്ള ആളുകളുമുണ്ട്. അപ്പം ഈ ഒരു സംവിധാനം ചൂഷണ സംവിധാനമാണ്. കാരണം മാംഗ്ലൂർ ലോബി എന്ന് പറയുമ്പോൾ കന്നഡക്കാരല്ല, മൊത്തം കന്നഡക്കാർ മാത്രമല്ല, കാസർഗോഡ് ജില്ലയിലെ പേഷ്യൻസിനെ ആശ്രയിച്ചിട്ടാണ് മംഗലാപുരത്തെ കുത്തക ആശുപത്രികൾ നിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല എന്ന് പറയാൻ ഇവിടെയുള്ള വിമർശകർക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. കാരണം കാസർഗോഡ് ജില്ലയിലെ ആക്സിഡന്റ് കേസുകൾക്ക് എമർജൻസി ബാക്കപ്പ് നൽകാൻ സംവിധാനമുള്ളത് മംഗലാപുരത്ത് മാത്രമാണ് എന്നുള്ള ഒരു വിശ്വാസം വന്നു. ഇപ്പോൾ ജില്ലയിൽ ഒരുപാട് സ്വകാര്യ ആശുപത്രികൾ വന്നിട്ടുണ്ട്. ഞാൻ അവരാരെയും അങ്ങനെ അടിച്ച് ആക്ഷേപിക്കുന്നൊന്നുമില്ല. മംഗലാപുരത്തെ കുത്തക ഭീമന്മാർ ചെയ്ത ദ്രോഹമൊന്നും ഇവർ ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് വിചാരിച്ച് പരാതികളില്ല, പ്രശ്നങ്ങളില്ല എന്നൊന്നും പറയുന്നില്ല, ന്യായീകരിക്കാനും പോകുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ലോബി, ആ ലോബി അവസാനിക്കും എവിടെ? മെഡിക്കൽ കോളേജ് ആശുപത്രി വന്നു കഴിഞ്ഞാൽ ഈ ലോബി എൻഡ്, ഇവർ തീർന്നു, ഇവരെ ഇല്ലാതായി, ഇവരവസാനിച്ചു. അപ്പം ഇവരെ അവസാനിപ്പിക്കാതിരിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? മംഗ്ലൂർ ലോബിയുടെ ബാധ്യതയാണ്. അവിടെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മലയാളികളായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ ആവശ്യമാണ്. മെഡിക്കൽ കോളേജ് വരാതിരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ദ്രോഹവും ചെയ്യും. ആ ദ്രോഹത്തിൽ നിലവിൽ മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് പ്രതിഷേധിക്കുന്ന ഖാദർ കരിപ്പൊടിയും ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം, ചിലപ്പോൾ ഒരു അപകടത്തിലൂടെ മരണപ്പെട്ടേക്കാം, ചിലപ്പോൾ കേസുകൾ തന്നേക്കാം, ചിലപ്പോൾ അറസ്റ്റ് ചെയ്തേക്കാം, എന്തും എനിക്കെതിരെ നടന്നേക്കാം.
കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലക്ക്, ഒരുപാട് തൊട്ടാൽ പൊള്ളുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ഒരാളെന്നുള്ള നിലക്ക് എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായേക്കാം. ആ ശത്രുക്കൾ മാംഗ്ലൂർ ലോബികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എനിക്കെതിരെ വന്നേക്കാം. അപ്പോൾ ആ ലോബി എന്നെ എന്തും ചെയ്തേക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് വിചാരിച്ച് എന്നെ ചെയ്തേക്കോ, ഞാൻ ദാ ഇപ്പോൾ കൊല്ലപ്പെടും എന്ന് പറഞ്ഞ് അവരുടെ മുന്നിൽ പോയിട്ട് നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല. ഞങ്ങൾ പോരാടും. ഞങ്ങളെന്ന് പറയുമ്പോൾ ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന ഒറ്റയ്ക്കുള്ള ഒരു മനുഷ്യൻ മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ടാകും. ഞങ്ങൾ പോരാടും. ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിൽക്കും. ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ ഞങ്ങൾ മുന്നോട്ട് വരും. നിയമസഭാ തെരഞ്ഞെടുപ്പല്ലേ മുന്നോട്ട് വരുന്നത്? ഒരു ജനാധിപത്യ രാജ്യത്ത് ചികിത്സ കിട്ടാതെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആരാണ് ഉത്തരവാദി? സർക്കാരാണ് ഉത്തരവാദി. ഏത് സർക്കാരായാലും. നിലവിൽ LDF ആണ്. ഇനി UDF വന്നു കഴിഞ്ഞാൽ UDF, NDA വന്നു കഴിഞ്ഞാൽ NDA. നിലവിൽ LDF ആയതുകൊണ്ട്, ഇടത് ഭരണമായതുകൊണ്ട് ഇടത് സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. കരൾ മാറ്റിവെക്കാൻ പണം ലഭിക്കാൻ വൈകിയതിൻ്റെ പേരിലാണ് ഫൈസൽ മരണപ്പെട്ടത്. ഫൈസലിൻ്റെ മരണത്തിൽ പോലും സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ആരും, ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഞാൻ ഈ വിഷയത്തിൽ നല്ലത് പറയാൻ നിൽക്കുന്നില്ല. കാസർഗോഡ് ജില്ലയിലെ രാഷ്ട്രീയ നേതാക്കന്മാർ, നീ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു വെച്ചോ. എനിക്കറിയില്ല എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, എനിക്കറിയില്ല എന്നെ കൊണ്ട് എന്ത് മറിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും. ഞാൻ ചെയ്തിരിക്കും, ഞാൻ ചെയ്യും. സമര പരിപാടി നടത്തിയിരിക്കും. ഇനി തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. ഒരു ഡൗട്ടും ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. കാരണം ഇത് ജീവിക്കാനുള്ള പോരാട്ടമാണ്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അവന് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടത്തിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. ഒരു സംശയവും നിങ്ങൾക്ക് കരുതി വേണ്ട. ആ പോരാട്ടത്തിനൊടുവിലാണ് ചിലപ്പോൾ മരണപ്പെട്ടേക്കാമെന്ന് ഞാൻ പറഞ്ഞത്. എന്ന് വിചാരിച്ച് അങ്ങനെയൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല. ഒരു അപകടം നിങ്ങൾക്ക് ഉണ്ടായേക്കാം. പോകുന്ന വഴിക്കൊരു ലോറി കൊണ്ട് ഇടിച്ച് തെറിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ തീർന്നു. പക്ഷേ എൻ്റെ വീഡിയോ ഒരു മുൻകൂർ ജാമ്യമാണ്. പൊതുജനം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇറങ്ങണം. നിങ്ങൾ എന്നെ തീർത്ത് കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിക്കാമെന്നൊന്നും നിങ്ങൾ കരുതണ്ട. ഇതൊരു വലിയ സമരമായി, ഒരു വലിയ പ്രക്ഷോഭമായി, വലിയ മുന്നേറ്റമായി ഇതങ്ങ് കടന്നു പോകും. ഇപ്പോഴുള്ള ഒരു അവസ്ഥയൊന്നും ആയിരിക്കില്ല. അപ്പോൾ മര്യാദയ്ക്ക് 13 വർഷക്കാലമായിട്ട് പ്രേതാലയമാക്കി മാറ്റിയിട്ടുള്ള ആ ഒരു ആശുപത്രി നിങ്ങൾ തുടങ്ങിക്കോ. എത്രയും പെട്ടെന്ന് തുടങ്ങിക്കോ. എത്ര പെട്ടെന്ന് നിങ്ങൾ അവിടെ പണി തുടങ്ങുന്നുവോ. ഇനി പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളിത് നിർത്തുമോ? ഇല്ല. ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പണിയും ഞങ്ങളത് പൂർണ്ണമായി പരിശോധിക്കും. ആ ആശുപത്രിയിലേക്കുള്ള റോഡടക്കം അത്യാധുനിക സംവിധാനമില്ലെങ്കിൽ അതിനെതിരെ വരെ ഞങ്ങൾ നിൽക്കും. ഇത് ഒരു തുടക്കമായിട്ട് കാണുക. ഇനി അങ്ങോട്ട് പ്രതിഷേധത്തിൻ്റെ ഒരു തീജ്വാല വരും. ഈ ന്യൂ ഇയർ ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത്, പാവപ്പെട്ടവൻ ഇവിടെ ജീവിക്കണം, അവൻ ഇവിടെ ചികിത്സ ഉണ്ടാകണം. മെഡിക്കൽ കോളേജ് എത്രയും പെട്ടെന്ന് കാസർഗോഡ് കടന്നു വരണം.